പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചാണ്. ശ്രീരാമോ ഭരതകൃഷ്ണോ ശ്രീകൃഷ്ണൻ, മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരം. ദ്വാപരയുഗത്തിൽ ജീവിച്ച് സ്വർഗസ്ഥനായ ഭഗവാന്റെ മരണശേഷമാണ് കലിയുഗം ആരംഭിക്കുന്നത്. ഇത് കലിയുഗം 5122, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദേഹവിയോഗത്തിനു ശേഷം നമ്മുടെ കലണ്ടർ പ്രകാരം കൃഷ്ണവർഷം 5122ആണത്. യുഗാബ്ദം എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ക്രിസ്തുവർഷം 2020, ഇസ്ലാമിക വർഷം 1440, മലയാള വർഷം 1195. അപ്പോൾ എത്ര പഴക്കമുള്ള കലണ്ടറായിരുന്നു നമുക്കുണ്ടായിരുന്നത് എന്ന് ചിന്തിക്കുക. അത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദേഹവിയോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടായത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ഒരു ഭാരതീയൻ കാരാഗൃഹത്തിൽ വസുദേവന്റെയും ദേവകിയുടെയും 8ാമത്തെ മകനായി ജനിച്ചു. അമ്മാവനായ കംസൻ ഒരശരീരി തൻ്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ കേട്ടു, കംസ, ദേവകിക്ക് ജനിക്കുന്ന 8ാമത്തെ കുട്ടി നിന്റെ അന്തകനായി തീരും. അതിനൊരു കാരണമുണ്ട്. ഭഗവാൻ വിഷ്ണുവിൻ്റെ പാർഷദന്മാരായിരുന്നു ജയവിജയന്മാർ. അവർക്ക് സനക ഋഷിയുടെ ശാപം കിട്ടി. ആ ശാപം പ്രകാരം അവർ രാക്ഷസന്മാരായി, 3 ജന്മം രാക്ഷസന്മാരായി ജനിക്കുവാൻ അവർക്ക് ശാപം കിട്ടിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ 3 ജന്മത്തിലും നിങ്ങളെ വന്ന് കൊല്ലുന്നത് എൻ്റെ കടമയാണ് എന്ന്. ആദ്യം അവർ ഹിരണ്യാക്ഷനും ഹിരണ്യകശുവുമായിട്ട് ജനിച്ചു. അപ്പം മഹാവിഷ്ണു ഹിരണ്യാക്ഷനെ വരാഹാവതാരത്തിൽ വന്നു കൊന്നു. ഹിരണ്യകശുവിനെ നരസിംഹമൂർത്തിയായിട്ട് വന്നു കൊന്നു. അവർ വീണ്ടും ജനിച്ചു. രാവണൻ കുംഭകർണനായിട്ട് ജനിച്ചു. 2 പേരെയും ശ്രീരാമചന്ദ്രന്റെ രൂപത്തിൽ ത്രേതായുഗത്തിൽ കൊന്നു. പിന്നീട് ശിശുപാലനും ദന്തവക്രതൻ എന്ന പേരിലും ഈ അസുരന്മാര്, ഇവർ 2 പേരും ജയവിജയന്മാർ ജനിച്ചു. അവർ 2 പേരെയും ഭഗവാൻ ശ്രീകൃഷ്ണനാൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ച് ഭഗവാന്റെ ലക്ഷ്യം ധർമ്മസംരക്ഷണം. ധർമ്മസംരക്ഷണത്തിനു വേണ്ടി ഭഗവാൻ ഭൂമിയിൽ 9ാമതായിട്ട് അവതരിച്ചു. മഹാഭാരതം ശ്രീകൃഷ്ണനെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നു. ശ്രീകൃഷ്ണനാണ് ലോകപ്രശസ്തമായ ഭഗവത്ഗീത നമുക്ക് ഉപദേശിച്ചു നൽകിയത്. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ നിമിത്തമാക്കി സമസ്ത ലോകത്തിനോടും ഉപദേശിച്ചു. വ്യാസേന ഗൃതിതാം പുരാണമുനിനാം, പുരാണമുനിയായ വ്യാസനാൽ എഴുതപ്പെട്ടു മധ്യേ മഹാഭാരതം. മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ നമുക്കിത് കാണാൻ കഴിയും. ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ 8 ഭാര്യമാരും 10 മക്കൾ വെച്ച് 80 മക്കളുമുണ്ട്. ഭഗവാന് 16,000 ഭാര്യമാർ എന്ന് പറയുന്നത് നരകാസുരനെ കൊന്ന് അവൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന 16,000-ഓളം സ്ത്രീകളെ ഭഗവാൻ മോചിപ്പിച്ചു. അവരെ സ്വീകരിക്കുവാൻ സമൂഹം തയ്യാറാവാത്തതുകൊണ്ട് അവർക്ക് രാജപത്നി പദവി നൽകി ഭഗവാൻ. രാജാവിൻ്റെ ഭാര്യയ്ക്ക് ലോകത്ത് നൽകുന്ന എല്ലാ അംഗീകാരവും ഇവർക്ക് കൂടി നൽകണമെന്ന് മഹാരാജാവ് ഉത്തരവിടുകയും അങ്ങനെയാണ് 16,000 സ്ത്രീകൾക്ക് രാജപത്നി പദവി നൽകിയതുകൊണ്ട് 16,008 ഭാര്യമാർ എന്ന സങ്കല്പം ഉണ്ടായത്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ തേരാളിയായിട്ട് പ്രവർത്തിച്ചത്. അർജുന വിഷാദയോഗം, ഭഗവത്ഗീതയിൽ 1ാമത്തെ അധ്യായം, അർജുനന് വിഷാദമുണ്ടായിട്ട് യുദ്ധഭൂമിയിൽ നിന്നും ഒളിച്ചോടുവാൻ പരിശ്രമിച്ചപ്പോൾ ശരിയായ മാർഗത്തിലേക്ക് അർജുനനെ കൊണ്ടുവരുവാനുള്ളതാണ് ഭഗവത്ഗീത. ആ ഭഗവാനാണ് യാദവകുല വംശജൻ. ഭഗവാന്റെ നാടിൻ്റെ പേരാണ്, സാമ്രാജ്യത്തിൻ്റെ പേരാണ് ദ്വാരക. ഒടുവിൽ ഒരു വേടൻ്റെ അമ്പേറ്റ് ഭഗവാൻ ദേഹവിയോഗം ചെയ്യുമ്പോൾ അർജുനെ അടുത്ത് വിളിച്ച് ദ്വാരകാവാസികളെ മുഴുവൻ അവിടുന്ന് മാറ്റണമെന്നും അങ്ങനെ അർജുനൻ ചെയ്യുകയും തുടർന്ന് ദ്വാരക കടലിനടിയിലേക്ക് പോവുകയും ഭഗവാൻ വിഷ്ണുപദങ്ങളിലേക്ക് ലയിക്കുകയും ചെയ്തു. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.